ഇൻസ്റ്റാഗ്രാം സബ്സ്ക്രിപ്ഷനെ സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസർമാരുടെ പുത്തൻ ലോട്ടറി എന്ന് തന്നെ വിശേഷിപ്പിക്കാം. സോഷ്യൽ മീഡിയയിൽ വെറുതെ ഫോട്ടോകളും വീഡിയോകളും പങ്കുവച്ചിരുന്ന കാലം കഴിഞ്ഞു. ഇന്ന് ഓരോ പോസ്റ്റിനും വരുമാനമാക്കി മാറ്റുന്ന സബ്സ്ക്രിപ്ഷൻ മോഡലിലേക്ക് ഇൻസ്റ്റാഗ്രാം ലോകം മാറിക്കഴിഞ്ഞു. സെലിബ്രിറ്റികളുടെയും ഇൻഫ്ലുവൻസർമാരുടെയും സവിശേഷമായ കണ്ടന്റുകൾ കാണാൻ ആരാധകർ പണം നൽകുന്ന ഈ രീതിക്ക് ആഗോളതലത്തിൽ തന്നെ വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. നടി അന്നാരാജനും ഇൻസ്റ്റാഗ്രാമിൽ സബ്സ്ക്രിപ്ഷൻ ആരംഭിച്ചു. അടുത്തിടെയാണ് അന്നാരാജൻ ഇൻസ്റ്റാഗ്രാം സബ്സ്ക്രിപ്ഷൻ ആരംഭിച്ചത്. ഇതിനകം തന്നെ 784 ആളുകൾ അന്നയുടെ സബ്സ്ക്രിപ്ഷൻ ചെയ്യുന്നുണ്ട്. പ്രതിമാസം 390 രൂപയാണ് സബ്സ്ക്രിപ്ഷൻ ചാർജായി അന്ന ഈടാക്കുന്നത്. 3,05,760 രൂപയോടാണ് സബ്സ്ക്രിപ്ഷനിൽ മാത്രം മാസവരുമാനമായി അന്ന നേടുന്നത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് 100 സ്റ്റോറികളും 4 പോസ്റ്റുകളും 29 റീൽസുമായി എക്സ്ക്ലൂസീവായി അന്ന പങ്കുവച്ചിരിക്കുന്നത്. നിലവിൽ ഇന്ത്യൻ ഇൻഫ്ലുവൻസർമാരുടെ സബ്സ്ക്രിപ്ഷൻ വഴി ഏറ്റവും കൂടുതൽ വരുമാനം നേടുന്നതിൽ ഒരാൾ മലയാളി പെൺകുട്ടിയാണെന്നത് ശ്രദ്ധേയമാണ്. മോഡലും ട്രാവൽ, ലൈഫ് സ്റ്റൈൽ, ഫാഷൻ ബ്ലോഗറുമായ അശ്വിനിയാണ് ഈ നേട്ടം സ്വന്തമാക്കിയത്. 28,800-ലധികം ആളുകളാണ് അശ്വിനിയുടെ സബ്സ്ക്രൈബേഴ്സ്. പ്രതിമാസം 390 രൂപയാണ് സബ്സ്ക്രിപ്ഷൻ ചാർജായി അശ്വിനി ഈടാക്കുന്നത്. ഏകദേശം 1,12,00,000 രൂപയ്ക്ക് മുകളിലാണ് സബ്സ്ക്രിപ്ഷനിലൂടെ മാസവരുമാനമായി അശ്വതി നേടുന്നത്. സബ്സ്ക്രിപ്ഷൻ ട്രെൻഡുകൾ മലയാളികൾക്ക് ഹിറ്റായത് മറ്റ് ചില താരങ്ങൾക്കും വലിയ പങ്കുണ്ട്. സോഷ്യൽ മീഡിയ താരം രേണുസുധിക്ക് ഇന്ന് 2,763 സബ്സ്ക്രൈബേഴ്സാണുള്ളത്. 180 രൂപയാണ് ഈ ഇനത്തിൽ രേണു നേടുന്നത്. 5,00,000 രൂപയ്ക്ക് മുകളിലാണ് ഇൻസ്റ്റാഗ്രാം സബ്സ്ക്രിപ്ഷനിലൂടെ രേണു പ്രതിമാസം നേടുന്നത്. മലയാളത്തിലെ സിനിമാ നടിയിലെ മുൻനിര നടിമാരായ അഹാനയും തന്റെ ഇൻസ്റ്റാഗ്രാം സബ്സ്ക്രൈബേഴ്സിനായി പ്രത്യേക ഷൂട്ടുകളും പേഴ്സണൽ വിശേഷങ്ങളും പങ്കുവെക്കാറുണ്ട്. ബിഗ് ബോസ് മലയാളത്തിൽ ശ്രദ്ധേയമായ ആതിര നൂറയും തങ്ങളുടെ വിശേഷങ്ങൾ ആരാധകരിലേക്ക് എത്തിക്കാൻ ഈ സേവനം പ്രയോജനപ്പെടുത്തുന്നുണ്ട്.